അഹങ്കാരിക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുകയില്ല. ഒരു കൂട്ടര് ജീവിതത്തിൽ ബലഹീനരാണെന്ന് അറിയുന്നവര്, മറ്റവര് അറിയാൻ പോകുന്നവര്. ഇങ്ങോട്ട് വേദനിപ്പിക്കുന്നവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്, ഇങ്ങോട്ട് സ്നേഹം തരാത്തവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്. കാരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അതിന്റെ വില കുരിശിൽ വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനം 1:12. സഹോദരരെയും എനിക്ക് സംഭവിച്ചിട്ടുള്ളവയെല്ലാം തന്നെ സുവിശേഷത്തിൻ്റെ പുരോഗതിക്ക് കാരണമായി തീർന്നുവെന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണം വഴി വേറെ പിരിഞ്ഞു പോയിട്ടുള്ള ആളുകൾ, നമ്മൾ തന്നെ അവരെ ഈശോയുടെ കയ്യിലേക്ക് കൊടുത്ത് അങ്ങനെ ദൈവത്തിന് സ്തോത്രം ചെയ്ത് നന്ദി പറഞ്ഞ് വേർപാടിൻ്റെ ദുഃഖത്തിൽ നമ്മൾ വിടുതൽ പ്രാപിക്കണം. ആ ദുഃഖം നമ്മുടെ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കാനുള്ളതല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ആ സൗഖ്യം കിട്ടുമ്പോഴും നമുക്ക് പരിശുദ്ധാത്മ അഭിഷേകവും അതിന് കൊടുത്ത് നമുക്ക് കിട്ടും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെയും ഞാനിന്ന് സൂചിപ്പിച്ചു, സമ്പത്ത് കൊണ്ടും ബന്ധങ്ങൾ കൊണ്ടും ശരീരം കൊണ്ടുമാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കേണ്ടത് എന്ന്. നമുക്ക് അല്പസമയം ശരീരം കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നതിനെക്കുറിച്ചൊന്ന് ധ്യാനിക്കാം. മനുഷ്യ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. 1 കൊരിന്ത്യർ 3-ലും 1 കൊരിന്ത്യർ 6-ലും നമ്മളിത് വായിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഹല്ലേലൂയ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ്റെ ശരീരം നിരവധി കഴിവുകൾ നിറഞ്ഞ ഒന്നാണ്. നമ്മൾ ഈ കഴിവുകൾ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നുമുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരഭിമാനവും നമ്മൾ കൈവരിച്ച നേട്ടത്തെക്കുറിച്ച് ഒരു സന്തോഷമൊക്കെ നമുക്കുണ്ട്. കൊള്ളാം, കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഈ ശരീരത്തിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ ദൈവമാണ്. അതുകൊണ്ട് അതിൻ്റെ മഹത്വം നമ്മൾ ദൈവത്തിന് കൊടുക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ. അപ്പം നമ്മുടെ കഴിവ് കൊണ്ട് നമ്മൾ നേടിയെടുത്ത നേട്ടങ്ങളുടെ മഹത്വം നമ്മൾ എടുത്തുകൊണ്ടിരുന്നാൽ നമ്മൾ സാവധാനം നമ്മുടെ ശരീരത്തിൻ്റെ അടിമയായി മാറും. ശരീരത്തിൻ്റെ അടിമ എന്ന് പറഞ്ഞാൽ സുഖത്തിൻ്റെ അടിമ എന്നാണ് അർത്ഥം. ഹല്ലേലൂയ. സുഖത്തിൻ്റെ അടിമയായി തീരുന്നതോടെ നിൻ്റെ ജീവിതം പോക്കായി. ഹല്ലേലൂയ. കാരണം നമ്മളൊരിക്കലും ശരീരത്തിൻ്റെ അടിമയാകാൻ പാടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ജഡത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് നമുക്ക് വിടുതൽ കിട്ടണമെങ്കിൽ ഈ ശരീരത്തിൽ നമുക്കുണ്ടായിട്ടുള്ള എല്ലാ നേട്ടങ്ങളെയും ഓർത്ത് നമ്മൾ ദൈവത്തിന് നന്ദിയും സ്തുതിയും പറഞ്ഞ് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തയ്യാറാകണം. ഒന്ന് കൈയടിച്ചേ. ഹല്ലേലൂയ. ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും കൂടി നിന്നെ നശിപ്പിക്കാൻ നോക്കിയാലും അവർക്കാർക്കും നിന്നെ നശിപ്പിക്കാൻ സാധിക്കുകയില്ല. നിന്നെ നശിപ്പിക്കാൻ നിനക്ക് മാത്രമേ കഴിയൂ. ആർക്കെങ്കിലും നമ്മളെ നശിപ്പിക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം വളരെ ദുരിതമാണ്. കാരണം ആർക്കും നമ്മളെ നശിപ്പിക്കാൻ പറ്റും. അങ്ങനെയല്ല ദൈവം സംവിധാനം ചെയ്തിരിക്കുന്നത്. അപ്പം നിന്നെ നശിപ്പിക്കാൻ നിനക്ക് മാത്രമേ കഴിയൂ. ഇനി നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മുടെ ഈ ശരീരം
ശരീരത്തെ കാലാവസ്ഥ സ്വാധീനിക്കുന്നു. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഈ ശരീരത്തെ സ്വാധീനിക്കും. എന്നാൽ അവയുടെയൊക്കെ സ്വാധീന ശക്തി വളരെ നിസ്സാരമാണ്. ഏറ്റവും കൂടുതൽ ഈ ശരീരത്തെ സ്വാധീനിക്കുന്നത് നമ്മുടെ ചിന്തയാണ്. ഹല്ലേലൂയ. ഈ ശരീരം മുഴുവൻ പ്രവർത്തിക്കുന്നത് ചിന്തയെ കേന്ദ്രീകരിച്ചാണ്. ചിന്തയിൽ നിന്നാണ് പ്രവൃത്തി ഉണ്ടാകുന്നത്. പ്രഭാഷകൻ 37:17. ഹല്ലേലൂയ. ചിന്തയിൽ നിന്നാണ് വികാരങ്ങൾ ഉണ്ടാകുന്നത്. ചിന്തയുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ മനോഭാവമൊക്കെ. ഹല്ലേലൂയ. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ചിന്ത. നമ്മുടെ ചിന്തയാണ് നിശ്ചയിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയപരാജയങ്ങൾ. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് നമ്മൾ തളർത്തുന്ന ചിന്തയിലാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ സ്വയം നശിപ്പിക്കുന്ന ചിന്തയിലാണ്, സ്വയം നശിപ്പിക്കുന്ന പ്രവൃത്തിയിലാണ്. പല ആളുകളുടെയും വിചാരം, ഓ നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല, എന്ത് ചിന്തയും വന്നോട്ടെ. അങ്ങനെ നമ്മൾ തള്ളിക്കളയരുത്. കാരണം ഏത് ചിന്തയായാലും നിൻ്റെ തലയിലൂടെ പാഞ്ഞു പോകുമ്പോൾ ആ ചിന്തയ്ക്ക് അനുസൃതമായ ഒരു കെമിക്കൽ ചേഞ്ച് നമ്മുടെ ബോഡിയിൽ നടക്കുന്നുണ്ട്. ആ കെമിക്കൽ ചേഞ്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. ഹല്ലേലൂയ. അത് ചിന്തയ്ക്ക് അനുസരിച്ചാണ് സംഭവിക്കുന്നത്. സ്നേഹം മാത്രമാണ് നമ്മളെ വളർത്തുന്നത്. സ്നേഹത്തിനെതിരായ എല്ലാ ചിന്തകളും നമ്മളെ നശിപ്പിച്ച് കളയുന്നവയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന് കൈയുയർത്തി കൈയടിച്ചേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു ചിന്ത നമ്മുടെ തലയിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ന്യൂറോണിൽ ഏതാണ്ട് 50ഓളം കെമിക്കലുണ്ട്. ആ ചിന്തയ്ക്ക് അനുസൃതമായ കെമിക്കൽ നമ്മുടെ ശരീരത്തിലേക്ക് റിലീസ് ചെയ്യപ്പെടും. ഹല്ലേലൂയ. അങ്ങനെ ആ ചിന്തയ്ക്ക് അനുസൃതമായ രാസമാറ്റം നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഏത് ചിന്തയും ഇഷ്ടം പോലെ വന്നോട്ടെ, അങ്ങനെ നമ്മൾ എടുക്കരുത്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണെങ്കിലും ഞാൻ ഈ ക്ലാസ്സിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഇവിടെ പറയുകയാണ്. ഞാനിവിടെ ഇരിക്കുന്ന ഒരാളെ ഒരു പൂ കാണിക്കുകയാണ്. ആ വ്യക്തി ആ പൂവിലേക്ക് നോക്കുന്നു. കണ്ണ് ക്യാമറയുടെ പണിയാണ് ചെയ്യുക. കണ്ണുകൊണ്ടല്ല നമ്മൾ ചിന്തിക്കുക. കണ്ണിന് ക്യാമറയുടെ പണിയേ ഉള്ളൂ. അപ്പോൾ കണ്ണ് ആ പൂവിൻ്റെ ഫോട്ടോ എടുക്കുന്നു. പൂവിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ആ പിക്ചർ തലയിലേക്ക് കൊടുക്കുന്നു. ഉണ്ടോ? ഈ ഭാഗത്താണ് പിക്ചർ വരുന്നത്, ഈ ഭാഗം. ഹല്ലേലൂയ. അങ്ങനെ തലയിൽ ഈ പൂവിൻ്റെ പിക്ചർ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ മൈൻഡ് ആക്റ്റീവ് ആകും. മൈൻഡ് നമ്മുടെ മെമ്മറിയിൽ തപ്പുന്നു. ഈ പിക്ചറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അറിവ് അതിൻ്റെ അകത്ത് കിടപ്പുണ്ടോ? അപ്പോൾ മെമ്മറി പറഞ്ഞു കൊടുക്കുകയാണ്, അത് റോസപ്പൂവാണ്, മനോഹരമായ പൂവാണ്, നല്ല പൂവാണ്, കാണാൻ കൊള്ളാവുന്നതാണ്. ഇങ്ങനെ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ആ പൂവിനെക്കുറിച്ചായതുകൊണ്ട് നമ്മുടെ മെമ്മറി പറഞ്ഞു തരുന്നു. അങ്ങനെ മൈൻഡ് മെമ്മറിയിൽ തപ്പിക്കഴിഞ്ഞാൽ തുടർന്ന് അത് ചിന്തയായിട്ട് മാറുന്നു. ആദ്യം തലയിൽ പിക്ചർ വന്നു, ഇപ്പോൾ മൈൻഡ് മെമ്മറിയിൽ തപ്പി അത് ചിന്തയാക്കി മാറ്റി, തോട്ടാക്കി മാറ്റി. ചിന്ത വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ചിന്തയ്ക്ക് അനുസൃതമായ കെമിക്കൽ നമ്മുടെ ബോഡിയിലേക്ക് റിലീസ് ചെയ്യപ്പെടുന്നു. ന്യൂറോണിൽ നിന്ന് ആ കെമിക്കൽ വരികയാണ്. അപ്പോൾ പൂവിനെക്കുറിച്ചുള്ള ചിന്തയായതുകൊണ്ട്, അത് ഒരുമാതിരി ഹാപ്പി ആയിട്ടുള്ള ചിന്തയായതുകൊണ്ട്
നമ്മുടെ ബോഡിയിലേക്ക് റിലീസ് ചെയ്തിരിക്കുന്നത് ഹാപ്പി കെമിക്കലാണ്. ഹല്ലേലൂയ. അങ്ങനെ നമ്മുടെ ബോഡിയിൽ ഒരു രാസമാറ്റം ഉണ്ടാകുന്നു. അതിൻ്റെ പരിണിതഫലമായി പൂ കാണുമ്പോൾ നമുക്ക് ഹാപ്പിനെസ് അനുഭവപ്പെടുന്നു, ഒരു സന്തോഷം അനുഭവപ്പെടുന്നു. അപ്പം നമുക്ക് അനുഭവപ്പെടുന്ന ഈ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നടന്ന ഒരു രാസമാറ്റത്തിൻ്റെ ഫലമാണ്. ഇനി ശ്രദ്ധിക്കുക, നീ ഈ പൂവിൻ്റെ മുമ്പിൽ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞാൽ ആദ്യമുണ്ടായ ഹാപ്പിനെസ് കുറയുന്നു. പൂ അതുപോലെ നിൽപ്പുണ്ട്, നീ അതുപോലെ നിൽപ്പുണ്ട്. എന്തുകൊണ്ടാണ് ഹാപ്പിനെസ് കുറയുന്നത്? നിൻ്റെ ശരീരത്തിലേക്ക് റിലീസ് ചെയ്യപ്പെട്ട ആ ഹാപ്പി കെമിക്കൽ പയ്യെ ഡിസോൾവ് ചെയ്യാൻ തുടങ്ങി. അത് ഡിസോൾവ് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ടാണ് ആ ഹാപ്പിനെസ് കുറയുന്നത്. ഹല്ലേലൂയ. ഒന്ന് കൈയുയർത്തി കൈയടിച്ചേ. ഇനി പൂവിൻ്റെ സ്ഥാനത്ത് നീ ഒരു പാമ്പിനെയാണ് കണ്ടതെങ്കിലോ ഇതേ പ്രോസസ്സ് തന്നെ. അതിന് പിക്ചർ ഉടനെ തലയിൽ വരുന്നു, ഉടനടി തന്നെ മൈൻഡ് ആക്റ്റീവ് ആകുന്നു. പാമ്പിനെക്കുറിച്ചുള്ള അറിവായതുകൊണ്ട് ഭയമുണ്ടാക്കുന്ന കെമിക്കലാണ് നമ്മുടെ ബോഡിയിലേക്ക് റിലീസ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ നമുക്ക് ഭയം വരുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മുടെ ചിന്തയ്ക്ക് അനുസൃതമായ രാസമാറ്റം നമ്മുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഇനി ചില സന്ദർഭങ്ങളിൽ വലിയ അളവിലാണ് ഈ കെമിക്കൽ നമ്മുടെ ബോഡിയിലേക്ക് റിലീസ് ചെയ്യപ്പെടുന്നത്. വലിയ അളവിൽ ഭയത്തിൻ്റെ കെമിക്കൽ, വലിയ അളവിൽ ആൻസൈറ്റിയുടെ കെമിക്കൽ നമ്മുടെ ബോഡിയിലേക്ക് റിലീസ് ചെയ്യപ്പെടുന്നു. അങ്ങനെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ 24 മണിക്കൂറും ഭയം, 24 മണിക്കൂർ ഉത്കണ്ഠ, 24 മണിക്കൂർ നിരാശ, ജീവിക്കേണ്ട എന്ന ചിന്ത നമ്മളെ കൊണ്ട് പിടികൂടും. ഹല്ലേലൂയ. അങ്ങനെ 24 മണിക്കൂർ നിരാശയും ഭയവും ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യും? നമ്മൾ പോയി സൈക്കാട്രിസ്റ്റിനെ പോയി കാണും. അദ്ദേഹം പരിശോധിക്കും ഏത് കെമിക്കലാണ് ഇവൻ്റെ ബോഡിയിലേക്ക് റിലീസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ആ കെമിക്കലിനെ ഡിസോൾവ് ചെയ്യാനുള്ള മെഡിസിൻ നമുക്ക് തരുന്നു. അതിനുള്ള ഗുളിക നമുക്ക് തരികയാണ്. നമ്മൾ ആ ഗുളിക കഴിക്കുന്നു. അപ്പോൾ റിലീസ് ചെയ്യപ്പെട്ട ആ കെമിക്കൽ പയ്യെ ഡിസോൾവ് ചെയ്യുന്നു. പക്ഷേ പ്രശ്നം അതല്ല, ആ ചിന്ത നമ്മുടെ തലയ്ക്കകത്തിരിക്കുക. അതുകൊണ്ട് വീണ്ടും വീണ്ടും ഈ കെമിക്കൽ ചേഞ്ച് നമ്മുടെ ബോഡിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ആ ചിന്ത മാറ്റിക്കളയാത്തിടത്തോളം കാലം വീണ്ടും വീണ്ടും ഈ കെമിക്കൽ നമ്മുടെ ബോഡിയിലേക്ക് റിലീസ് ചെയ്യപ്പെടും. നമ്മുടെ ബോഡിയിൽ ഈ രാസമാറ്റം നടന്നുകൊണ്ടിരിക്കും. ചിന്തയെ മാറ്റുവാനുള്ള സംവിധാനം സൈക്കാട്രിസ്റ്റിൻ്റെ കയ്യിലില്ല. അവരുടെ കയ്യിൽ ആകെപ്പാടെ ഉള്ളത് ഉറങ്ങാനുള്ള ഗുളിക കൊടുക്കുക എന്നതാണ്. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് അവർ ഉറങ്ങാനുള്ള ഗുളിക കൊടുക്കും. ആ ഉറക്കം മൂലം ചിന്തയുടെ ഡെൻസിറ്റിയിലൊക്കെ ഒരു ഇച്ചിരി കുറവുണ്ടാവും, അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഏതെങ്കിലും മെൻ്റൽ ഹോസ്പിറ്റലൊക്കെ പോയി കഴിഞ്ഞാൽ 10-20 വർഷമായി ഈ ഉറക്കഗുളികയും കഴിച്ച് ഇങ്ങനെ മയങ്ങി ഇരിക്കുന്ന ആളുകളെയാണ് നമ്മളവിടെ കാണുക. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് നമ്മുടെ തലയിൽ ചിന്ത രൂപം കൊള്ളുന്നത്? ചിന്ത രൂപം കൊള്ളുന്നത് നമ്മുടെ മെമ്മറിയിൽ നിന്നാണ്, നമ്മുടെ ഓർമ്മയിൽ നിന്നാണ്. എങ്ങനെയാണ് ഓർമ്മ വരുന്നത്? ഓർമ്മ നമ്മുടെ 5 ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതെല്ലാം തന്നെ നമ്മുടെ മെമ്മറിയാണ്, നമ്മുടെ ഓർമ്മയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു കൊച്ച് ഈ ഭൂമിയിലേക്ക് പിറന്നാൽ ഉടനെ ആ കൊച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നില്ല. ഉണ്ടോ? തലച്ചോറും സംവിധാനങ്ങളെല്ലാം കൊച്ചിനുണ്ട്. പക്ഷെ കൊച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നില്ല. എന്താണ് കൊച്ച് ചിന്തിക്കാൻ തുടങ്ങാത്തതിന് കാരണം? ചിന്തയ്ക്ക് ആവശ്യമായ ഡേറ്റ കൊച്ചിന് തലയ്ക്കകത്തില്ല. ചിന്തയ്ക്ക് ആവശ്യമായ ഡേറ്റ എന്ന് പറയുന്നത് മെമ്മറിയാണ്.
ആ മെമ്മറി കൊച്ചിന് തലയിലില്ല. അതുകൊണ്ട് ഒരു കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് പിറന്നാൽ ആദ്യം ചെയ്യുന്നത് ഡേറ്റ കളക്ട് ചെയ്യുക എന്നതാണ്. ഡേറ്റ ശേഖരിക്കുക. എങ്ങനെയാണ് ഡേറ്റ ശേഖരിക്കുന്നത്? നമ്മുടെ 5 ഇന്ദ്രിയങ്ങളിലൂടെ. ഹല്ലേലൂയ. കണ്ണുകൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, ചെവി കൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അത് എക്സ്പീരിയൻസ് ചെയ്താണ് മെമ്മറി ഫോം ചെയ്യുന്നത്. ഹല്ലേലൂയ. മെമ്മറി എന്ന് പറയുന്നത് ന്യൂറോണിൻ്റെ കണക്ഷനാണ്, അതൊരു കെമിക്കൽ ആക്ഷനാണ്. ഒരിക്കലും നമുക്കൊരു അനുഭവം ഉണ്ടായാൽ അത് മാഞ്ഞു പോകുന്നില്ല, കാരണം അതൊരു കെമിക്കൽ ആക്ഷനാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ കണ്ണുകൊണ്ട് കണ്ടത്, ചെവി കൊണ്ട് കേട്ടത്, ഇതെല്ലാം നമ്മുടെ തലയിൽ എന്നേക്കുമായി റെക്കോർഡ് ചെയ്ത് കിടക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന് കൈ ഉയർത്തി കൈയടിച്ചേ. അപ്പോൾ കുഞ്ഞുങ്ങൾ ആദ്യം ചെയ്യുന്നത് ഈ എക്സ്പീരിയൻസ് അത് കളക്ട് ചെയ്യുക എന്നുള്ള കാര്യമാണ്. അത് 5 ഇന്ദ്രിയങ്ങളിലൂടെയാണ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഒരു കൊച്ചിനെ എന്തെങ്കിലും കാണിച്ചാൽ, ഇപ്പോൾ ഇത് കാണിച്ചാൽ കൊച്ചാദ്യം അതിലേക്ക് നോക്കി കണ്ണുകൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യും. കണ്ണുകൊണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ കൊച്ച് പിന്നെ വന്ന് അതിൽ തൊടുന്നു, ടച്ച്, അടുത്ത ഇന്ദ്രിയം കൊണ്ടുള്ള എക്സ്പീരിയൻസാണ്. പിന്നെ എല്ലാ കുഞ്ഞുങ്ങളും അതിനകത്ത് ഇങ്ങനെ അടിക്കും, ഇങ്ങനെ അടിക്കും. ചില തള്ളന്മാർ വിചാരിക്കും തല്ലി പൊട്ടിക്കാൻ പോകാമെന്ന്. അല്ല, ഹല്ലേലൂയ. അത് സൗണ്ട് എക്സ്പീരിയൻസ് ചെയ്യുകയാണ്, ചെവി കൊണ്ടുള്ള എക്സ്പീരിയൻസാണ്. ഹല്ലേലൂയ. പിന്നെ എന്ത് കിട്ടിയാലും അത് വായിടാൻ നോക്കും, അടുത്ത എക്സ്പീരിയൻസാണ്. ഹല്ലേലൂയ. അങ്ങനെ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് അത് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കൊച്ചത് അവിടെ ഇട്ടിട്ട് പോകും, കാരണം അതിൻ്റെ എക്സ്പീരിയൻസ് തീർന്നു. ഹല്ലേലൂയ. എന്നാൽ അതിൻ്റെ ഇടയിൽ അതിനെ കയറി പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്പീരിയൻസ് പൂർത്തിയാകാത്തത് കൊണ്ട് കൊച്ചു കിടന്ന് കരയും, അത്രയേ ഉള്ളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് മുഴുവനും ഉണ്ടോ, അത് നമ്മുടെ മെമ്മറിയിൽ എന്നേക്കുമായി റെക്കോർഡ് ചെയ്ത് കിടക്കുകയാണ്. ഹല്ലേലൂയ. ഈ മെമ്മറിയിലാണ് നമ്മുടെ മൈൻഡ് പ്രവർത്തിച്ച് ചിന്തയുണ്ടാക്കുന്നത്. നിറകെ അടിച്ച്. ഹല്ലേലൂയ. ഇപ്പോൾ ഒരാൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണ്, ഞാൻ ആ വ്യക്തിയുടെ നേരെ നോക്കുന്നു. അപ്പോൾ ആ വ്യക്തിയുടെ പിക്ചർ എൻ്റെ തലയിൽ വന്നു. എൻ്റെ മൈൻഡ് പയ്യെ മെമ്മറിയിൽ തപ്പുകയാണ്, ഇതേതാണ് ഈ വ്യക്തി. അപ്പോൾ എൻ്റെ മെമ്മറിയാണ് പറഞ്ഞു തരുന്നത്, അത് നിൻ്റെ അപ്പനാണ്, അത് നിൻ്റെ കൂട്ടുകാരനാണ്, അത് തോമസാണ്, അത് നിൻ്റെ അയൽവാസിയാണ്. ഇതൊക്കെ പറഞ്ഞു തരുന്നത് നമ്മുടെ മെമ്മറിയാണ്. ഹല്ലേലൂയ. അപ്പം മെമ്മറിയിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? ചിന്തയുണ്ടാകുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇനി നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ 5 ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് നമ്മുടെ തലയിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു, ഒരിക്കൽ ഒരനുഭവം ഉണ്ടായാൽ അതൊരിക്കലും നമ്മുടെ തലയിൽ നിന്ന് മാഞ്ഞു പോവുകയില്ല. നമുക്ക് മറക്കാം, മായ്ച്ചു കളയാൻ പറ്റുകയില്ല. മറന്നാലും സാഹചര്യങ്ങൾ വരുമ്പോൾ അത് ഓർമ്മയിലേക്ക് പൊങ്ങി വരും. അപ്പം അതുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മളത് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ചില ആളുകൾ രാത്രിയുടെ യാമങ്ങളൊക്കെ ഇരുന്ന് ഈ മൊബൈൽ ഫോണിലൂടെയൊക്കെ നഗ്ന ചിത്രങ്ങളും മറ്റൊക്കെ കാണുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർ പറയുന്നത്, ഓ ഞങ്ങളിങ്ങനെ ചുമ്മാ കാണുന്നതുകൊണ്ട് ഇപ്പം എന്താ കുഴപ്പം? അവർ മനസ്സിലാക്കേണ്ടത്, നീ കണ്ണുകൊണ്ട് അങ്ങനെ നീ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഒരു കാലത്തും നിൻ്റെ തലച്ചോറിൽ നിന്ന് പോയില്ല. അപ്പം അതിൻ്റെ ഫലമായി ഇങ്ങനെ കാണുന്ന ആളുകൾ കുറച്ച് കഴിയുമ്പോൾ നീ എങ്ങോട്ട് നോക്കിയാലും നീ വ്യക്തികളെ അല്ല കാണുക, അവരുടെ ചില അവയവങ്ങൾ മാത്രമേ നീ കാണുകയുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ വ്യക്തിയെ കാണാനുള്ള കാഴ്ച മാറുന്നു,
നീ ഏത് വ്യക്തിയെ കണ്ടാലും നീ അവരുടെ അവയവങ്ങളായിരിക്കും കാണുക. അവയവങ്ങളെയാണ് നീ കാണുന്നതെങ്കിൽ നിൻ്റെ ഉള്ളിൽ വളരുന്നത് ഉപയോഗിക്കാനുള്ള ടെൻഡൻസിയാണ്. വ്യക്തിയെ കാണുമ്പോഴാണ് നമ്മൾ സ്നേഹിക്കുന്നത്, അവയവങ്ങളെ നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഏത് വ്യക്തിയെ കണ്ടാലും നിനക്ക് ഉപയോഗിക്കണമെന്ന ചിന്തയായിരിക്കും. സ്നേഹിക്കാനുള്ള പവർ കുറയുന്നു, അല്ലെങ്കിൽ ഇല്ലാതായിത്തീരുന്നു. നീ വ്യക്തികളെ ഉപയോഗിക്കുന്ന വ്യക്തികളായി മാറുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പം അത് നമ്മുടെ സ്വഭാവത്തെ മുഴുവനും വൈകൃതമാക്കി തീർത്ത് കളയും. നൂറ്റാണ്ടുകളായി ദൈവം മനുഷ്യന് നൽകിയ സ്നേഹിക്കുവാനുള്ള ഈ പവറ് നമുക്ക് നഷ്ടപ്പെടുകയും നമ്മൾ വ്യക്തികളെ ഉപയോഗിക്കുന്ന വ്യക്തികളായി മാറുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ ഒന്ന് സൂക്ഷിക്കേണ്ടതാണ്. അതായത് അങ്ങനെയുള്ളത് നമ്മളെ വളർത്താത്തത്, നമ്മളെ നശിപ്പിക്കുന്നത് നമ്മളങ്ങനെ കാണാനായിട്ട് പോകരുത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങനെ കാണുന്ന ആളുകൾക്ക് സ്നേഹിക്കാനുള്ള പവർ നശിക്കും. അവരെത്ര സ്നേഹം അഭിനയിച്ചാൽ പോലും ആ സ്നേഹം സ്വീകരിക്കുന്ന വ്യക്തികൾക്ക് മനസ്സിലാകും ഇത് വെറും ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ള പരിപാടിയാണ്. കാരണം ഇയാൾക്ക് സ്നേഹിക്കാനുള്ള പവറില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കൈയുയർത്തി കൈയടിച്ചേ. പ്രൈസ് ദി ലോർഡ്. അപ്പം ഞാൻ ഇവിടെ പറഞ്ഞു വന്നത്, നമ്മുടെ ചിന്ത നമ്മുടെ മെമ്മറിയുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ മെമ്മറി ആകട്ടെ നമ്മുടെ 5 ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അത് പലതും ഒരുപക്ഷേ നമ്മുടെ നിയന്ത്രണത്തിന് അപ്പുറത്താണ്. നമ്മൾ ഏതൊക്കെ ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് വളർന്നു വന്നത്, ഏതൊക്കെ വ്യക്തികളാണ് നമ്മൾ ഇടപെട്ടിട്ടുള്ളത്, ആരൊക്കെയാണ് നമ്മളോട് സംസാരിച്ചിട്ടുള്ളത്, നമ്മൾ ആരോടൊക്കെയാണ് സംസാരിച്ചിട്ടുള്ളത്, ഏതൊക്കെ പുസ്തകങ്ങളാണ് നീ വായിച്ചിട്ടുള്ളത്, ഏതൊക്കെ സിനിമകളാണ് നീ കണ്ടിട്ടുള്ളത്, ഇതൊക്കെ നമ്മുടെ മെമ്മറിക്കകത്ത് കിടപ്പുണ്ട്. ഹല്ലേലൂയ. നമുക്ക് ചിലപ്പോൾ അതിശയം തോന്നും. എന്തുകൊണ്ടാണ് ഈ വ്യക്തി ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? അങ്ങനെയൊക്കെ ചിന്തിക്കുവാൻ അയാളെ പ്രേരിപ്പിക്കുന്ന അനുഭവങ്ങളാണ് അയാൾക്കുണ്ടായിട്ടുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ പല ചിന്തകളും നെഗറ്റീവാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ബുദ്ധി മെമ്മറിയിൽ പ്രവർത്തിച്ചാണ് ചിന്ത രൂപപ്പെടുത്തിയെടുക്കുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ബുദ്ധിക്ക് ഫുൾ ട്രൂത്ത് കാണിച്ചു തരാനുള്ള കഴിവില്ല. ഹല്ലേലൂയ. ഈ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും തലയുണ്ട്. ഇതിലൂടെ എരഞ്ഞു നീങ്ങുന്ന ഉറുമ്പിന് പോലും തലയുണ്ട്. അതുകൊണ്ട് അതിനകത്ത് ഒരല്പം തലച്ചോറും കാണും. എന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കുക, പക്ഷികളും മൃഗങ്ങളിലുമൊക്കെ തല പ്രവർത്തിക്കുന്നത് സ്വരക്ഷയെ കേന്ദ്രമാക്കിയാണ്. അപ്പോൾ പക്ഷിക്കും മൃഗങ്ങൾക്കും ജീവജാലങ്ങൾക്കുമൊക്കെ അവയുടെയൊക്കെ തലയുടെ പ്രവർത്തനം സ്വരക്ഷയെ കേന്ദ്രമാക്കിയാണ്. ഹല്ലേലൂയ. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ സ്വരക്ഷ എന്ന് പറയുന്നത് നമ്മുടെ മാത്രം രക്ഷയിൽ അടങ്ങിയിരിക്കുന്നതല്ല. നമ്മുടെ രക്ഷ മറ്റുള്ളവരുടെ രക്ഷ കൂടി ചേർന്നതാണ് നമ്മുടെ രക്ഷ. എന്നാൽ നമ്മുടെ തലയ്ക്ക് ഈ പരോന്മുഖത വളരെ കുറവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ചേ. പ്രൈസ് ദി ലോർഡ്. ഒരു വ്യക്തിക്ക് സാമ്പത്തിക തകർച്ച സംഭവിച്ചു.
സാധാരണ നമ്മൾ നമ്മുടെ ബുദ്ധി കൊണ്ടാണ് ആ സാമ്പത്തിക തകർച്ചയെ കാണുക. അങ്ങനെ ബുദ്ധി കൊണ്ട് സാമ്പത്തിക തകർച്ചയിലേക്ക് നോക്കിയാൽ നമ്മുടെ ഉള്ളിലേക്ക് നിരാശ, ഭയം, ആകുലത ഇതെല്ലാം കയറി വരും. ഈ നിരാശയും ഭയവും ആകുലതയും കയറി വരുമ്പോൾ മനസ്സിലാക്കണം, അത് എൻ്റെ ജീവിതത്തെ ആക്രമിക്കുന്ന സംഗതിയാണ്, എൻ്റെ ജീവിതത്തെ നശിപ്പിക്കുന്നവയാണ് അത്. എനിക്ക് സമ്പത്തേ പോയുള്ളൂ, പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ച് പിന്നെ ഞാൻ നശിപ്പിക്കുന്നത് എൻ്റെ ജീവിതത്തെയാണ്. സമ്പത്താണോ വലുത്, ഞാനാണോ വലുത്? ഒരിക്കലും നമ്മളെക്കാൾ വലുത് സമ്പത്തല്ല. അപ്പം സമ്പത്ത് നമ്മളാണ് വലുത്, സമ്പത്തല്ല വലുത്. അതുകൊണ്ട് സമ്പത്തെക്കുറിച്ച് ചിന്തിക്കുക, സ്വന്തം ജീവിതം നശിപ്പിക്കാൻ നമ്മൾ ഒരിക്കലും അനുവദിക്കരുത്. സ്വന്തം ജീവിതത്തെ നശിപ്പിക്കുന്ന ഒരു ഘട്ടം വരുമ്പോൾ നമ്മൾ അത് തിരിച്ചറിയണം. നമ്മൾ ഓർക്കണം, നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ ആണ് ഈ നിരാശയും ദുഃഖമൊക്കെ വരുന്നത്. പ്രിയപ്പെട്ടവരെയും, അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ദൈവം നമുക്ക് ബുദ്ധി എന്ന ഫാക്കൽറ്റി മാത്രമല്ല തന്നിരിക്കുന്നത്, ദൈവം നമുക്ക് ഫെയ്ത്ത് എന്ന് പറഞ്ഞൊരു ഫാക്കൽറ്റി കൂടി തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഏതൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ഭയവും നിരാശയും ദുഃഖവും ഒക്കെ വരുന്നുണ്ടോ, അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഞാൻ ബുദ്ധി കൊണ്ടാണ് അതിനെ സമീപിച്ചത്, ബുദ്ധിക്ക് അതിന് ഉത്തരം തരാനുള്ള കഴിവില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ബുദ്ധി എന്ന ഫാക്കൽറ്റി അവിടെ നിർത്തിയിട്ട് വിശ്വാസം എന്ന ഫാക്കൽറ്റി ഉപയോഗിച്ച് അതിലേക്ക് നോക്കുക. ഹല്ലേലൂയ. വിശ്വാസത്തിൻ്റെ ഡേറ്റ എന്ന് പറയുന്നത് ദൈവവചനമാണ്. വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നും ആണ് വരുന്നത്. ഹല്ലേലൂയ. അഹങ്കാരിക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുകയില്ല. ഒരു കൂട്ടര് ജീവിതത്തിൽ ബലഹീനരാണെന്ന് അറിയുന്നവര്, മറ്റവര് അറിയാൻ പോകുന്നവര്. ഇങ്ങോട്ട് വേദനിപ്പിക്കുന്നവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്, ഇങ്ങോട്ട് സ്നേഹം തരാത്തവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്. കാരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അതിന്റെ വില